ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്രീകുട്ടി. എൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ്. ഞങ്ങൾ വീക്കെൻഡിൽ ഫാമിലിയായിട്ട് മൂന്നാർ ട്രിപ്പ് പോയതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസും ഫോട്ടോസുമാണ് ഈ വ്ളോഗിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ എറണാകുളത്ത് നിന്നാണ് യാത്ര പുറപ്പെട്ടത് കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. ഒരു 5:45 തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു. സ്വന്തം കാറിനാണ് നമ്മൾ പോയത്. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുളുക്കുമലയാണ്. കുളുക്കുമലയിൽ നമുക്ക് ഡിസംബർ മാസത്തിൽ നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ, ഇങ്ങനെ വെള്ളപ്പട്ട് പൊതിച്ച പോലത്തെ ഒരു സീൻ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ മൂന്നാറിൽ ഒരു ടെൻറ്റിലാണ് നമ്മൾ താമസമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തത് കേട്ടോ. വളരെ റേറ്റ് കുറച്ചിട്ട് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുളുക്കുമല കാണാൻ പോകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ സാധാരണ സ്റ്റേ ഒക്കെയാണ് നമ്മൾ എടുത്തത്, നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ. നമ്മൾ പോണ വഴിക്ക് അടിമാലിയിൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡലിയും ചമ്മന്തിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്നൊന്നും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പുറത്തുനിന്ന് കഴിക്കും. എങ്കിലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അടിമാലിയൊക്കെ കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് ഇഡലിയും ചമ്മന്തിയൊക്കെ നമ്മൾ കഴിച്ചു. രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ളൊരു ട്രിപ്പ്. ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇനി നമ്മൾ മൂന്നാർ എത്താറായപ്പോഴത്തേക്കൊരു ഗാർഡൻ ഉണ്ടായിരുന്നു അവിടെ. മൂന്നാർ ടൗൺ എത്തിയപ്പോഴാണ് തോന്നുന്നു, ടൗൺ എത്തിയപ്പോഴാണ്. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ഗാർഡനൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പം നമ്മൾ പോകുന്നത് മൂന്നാർ ടൗണിലേക്ക് നമ്മൾ പോകണ്ട സത്യത്തിൽ. അതിന് മുമ്പായിട്ട് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ സൂര്യനെല്ലി എന്ന് പറയുന്ന ആ ഒരു സൂര്യനെല്ലി ചിന്നക്കനാലാണെന്ന് തോന്നുന്നു. സൂര്യനെല്ലി ചിന്നക്കനാൽ റൂട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ, കുളുക്കുമലയിലേക്ക് പോകുന്ന റൂട്ട്. ഈ സൂര്യനെല്ലി ചിന്നക്കനാൽ റൂട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അടിപൊളിയാട്ടോ കാണാനായിട്ട്. പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ അറിയത്തില്ല കേട്ടോ. അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സാധാരണ ഫോണാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ റൂട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് കാണാനായിട്ട്. നമുക്ക് ആ തേയിലത്തോട്ടവും എല്ലാം സൂപ്പർ വ്യൂ ആണ് അതിൽ കൂടെ പോകുമ്പം. പോകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിന്നക്കനാൽ എന്ന് പറയുന്ന ടൗൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ താമസം ഒക്കെ നമ്മൾ ഒരുക്കിയേക്കണം കേട്ടോ. അതായത് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ടെൻറ്റ് വില്ല എന്ന് പറയുന്നൊരു സ്റ്റേ ആണ് നമ്മൾ എടുത്തത്. അടിപൊളിയായിരുന്നു കേട്ടോ, അവിടുത്തെ താമസവും വൈബൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കുളുക്കുമല എക്സ്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് നമ്മൾ, കാരണം ബാക്കിയെല്ലാം ഫുള്ളായിരുന്നു. ഇപ്പോൾ സീസൺ ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ജൂണിലാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഡിസംബറിൽ വരണം, എന്നാലേ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുളുക്കുമലയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ തന്നെ മൂന്നാറിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കുളുക്കുമല എക്സ്കേഷനിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന. ടെൻറ്റാണ് അതിൻ്റെ. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 1800 രൂപ കേട്ടോ, താമസവും ഭക്ഷണവും എല്ലാം കൂടെ, ട്രക്കിംഗ് ഉൾപ്പെടെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളുടെ ടെൻറ്റിലെത്തി ഗൈസ്. അപ്പം ഇതാണ് ടെൻറ്റിൽ നിന്നുള്ള വ്യൂ. ഒരു ഡാമിലേക്കുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര ക്വാളിറ്റിയുള്ള ഒരു ടെൻറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമുക്കിപ്പം ഒരു ദിവസം ഒരു നൈറ്റ് സ്റ്റേ മാത്രമല്ലേ ഉള്ളൂ. അപ്പം പക്ഷെ അവിടെ നല്ല വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഡാമിലേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ചെന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അപ്പം അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നടപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു. ഇതാണ് ടെൻറ്റ്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ടെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മളെ അവിടെ നിന്ന് വാട്ടർഫോൾസ് കാണാനായിട്ട് കൊണ്ടുപോയി. അത്യാവശ്യം നല്ല ഇറക്കമായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങ് ഇറങ്ങി പോയിട്ട് ആയിരുന്നു വാട്ടർഫോൾസ്. എനിക്ക് അത്യാവശ്യം നല്ല വണ്ണമുള്ളതുകൊണ്ട്
ഇറങ്ങിയപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങി. പക്ഷെ കയറിയപ്പോൾ നല്ല പണി കിട്ടിയായിരുന്നു. ഈ കയറ്റം മുഴുവൻ നമ്മൾ കയറി തിരിച്ച് വരണമല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും വേർത്ത് കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കയറി വന്നത്. പക്ഷേ വാട്ടർഫോൾസ് നല്ലതായിരുന്നു. കുളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുളിച്ചൊന്നുമില്ല, ജസ്റ്റ് കാലൊക്കെ നനച്ച് നമ്മൾ കയറി. നല്ലൊരു വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് ചാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ജസ്റ്റ് കാലൊക്കെ കഴിയിട്ടങ്ങ് കയറി. ട്രക്കിങ്ങിനൊക്കെ പോയി, ട്രക്കിംഗ് അല്ല, നമ്മൾ വാട്ടർഫോൾസൊക്കെ പോയി കണ്ട് തിരിച്ച് ക്ഷീണിച്ച് നടന്നു വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ ടെൻറ്റിൽ വിശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തു. അവിടെ വേറെ ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കോമൺ ക്യാമ്പ് ഫയർ ആയിരുന്നു. എല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ചിട്ട് തുള്ളലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഉറങ്ങിയായിരുന്നു. ഭക്ഷണം വലിയ കുഴപ്പമില്ലായിരുന്നു, അത്ര നല്ലതായിരുന്നില്ല. നമ്മളിപ്പം നേരത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ലതായിരുന്നില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ 65 ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതായിരുന്നു ഡിന്നറ്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ 4 മണിക്ക് അവർ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. കുളുക്കുമല, നമ്മുടെ മെയിൻ, നമുക്കവിടെ പോയിട്ട് കുളുക്കുമലയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ അത് 4 മണിക്കായിരുന്നു. ഓഫ് റോഡ് ട്രക്കിംഗ് ആയിരുന്നു ജീപ്പിൽ. അപ്പം 4 മണിക്ക് അവർ ജീപ്പ് വരും, അപ്പോൾ റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞു. ഉറക്കമൊന്നും അത്ര കാര്യമായിട്ട് ശരിയായില്ല കേട്ടോ, ടെൻറ്റിലൊക്കെ ആയതുകൊണ്ട്. എങ്കിലും നമ്മൾ കിടന്നുറങ്ങി. പിന്നെ രാവിലെയാണ് നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡിയായി കേട്ടോ. ദേ ഗൈസ്, ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ പോയത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളി വ്യൂ ആട്ടോ നമുക്കവിടെ കിട്ടിയത്. നമ്മൾ ട്രക്കിങ് കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് ജീപ്പിൽ. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവും. പേടി മാത്രമല്ല, നമ്മുടെ നടുവൊടിയും. ഈ എന്താ പറയുക, ഇങ്ങനെ ഈ ഡ്രാഗനിലൊക്കെ പോകുന്ന പോലത്തെ ചാടിയുള്ള പോക്കാണല്ലോ. അപ്പം പക്ഷേ മുകളിൽ ചെല്ലുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ ഇതിപ്പോൾ ജീപ്പിൽ ഞാൻ പോയപ്പോൾ എടുത്താ കേട്ടോ. പേടിയായിരുന്നു, കാരണം ഫോൺ തെറിച്ച് താഴെ പോകുമെന്ന്. എങ്കിലും നമ്മൾ ആ ഒരു വ്യൂ എടുത്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയേനെ. നല്ല രസമാണ് കാണാനായിട്ട്. പോയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കുളുക്കുമലയിൽ പോകണം. ഈ ഒരു കാഴ്ച നിങ്ങൾ കാണണം. ഡിസംബർ മാസത്തിൽ ഈ ഒരു കാഴ്ച കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തായിരുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതുപോലെ ടൂറൊക്കെ പോകണമെന്നുള്ളത്. നമുക്ക് ഒരുപാട് പൈസ ആവും എന്നൊക്കെ പേടിച്ചിട്ട്, എന്നെ പോലെ സാധാരണ ആൾക്കാരുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ടൂറ് പോയ ഒരുപാട് പൈസ ആവും എന്നൊക്കെ പേടിയുള്ളവരുണ്ടാവും. അപ്പോൾ ഈ മൂന്നാറൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പാക്കേജുണ്ട്, ഫുഡും അക്കോമഡേഷനും ട്രക്കിങ്ങും എല്ലാം കൂടെ. അപ്പോൾ അങ്ങനെയുള്ള പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്കധികം എമൗണ്ട് വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോവുക ടൂറൊക്കെ. അപ്പം എല്ലാവർക്കും വലിയ നന്ദി. എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ ടാറ്റാ.